ഹലോ ഫ്രണ്ട്സ്, ഐ ആം ഉഷ രഘുനന്ദൻ. വെൽക്കം ടു മൈ ചാനൽ. നമ്പേഴ്സിനെ കുറിച്ച് നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട് അല്ലേ? ചെറിയ ക്ലാസ് മുതലേ നമ്മൾ നമ്പേഴ്സിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അതിൽ ചില നമ്പേഴ്സ് സ്പെഷ്യലാണ്. അങ്ങനെ ഒരു സ്പെഷ്യൽ നമ്പറിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആ സ്പെഷ്യൽ നമ്പറിന്റെ പേരാണ് പ്രൈം നമ്പേഴ്സ്, അഭാജ്യ സംഖ്യ എന്ന് പറയും മലയാളത്തിൽ. എന്താണ് അഭാജ്യ സംഖ്യ? എങ്ങനെയാണ് നമ്മൾ അതിനെ ഐഡന്റിഫൈ ചെയ്ത് അഭാജ്യ സംഖ്യയാണ് എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാവും എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇനി ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന് നമ്മൾ ചെറിയൊരു എക്സാമ്പിൾ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ ഞാനൊരു നമ്പർ എടുത്തു 7 അല്ലെ? നമുക്ക് സ്ക്രീനിൽ ഒരു നമ്പർ കാണാനുണ്ട് 7. 7നെ നമുക്ക് ആലോചിച്ച് നോക്കാം, ഏതൊക്കെ സംഖ്യ വെച്ചിട്ടാണ് കൃത്യമായിട്ട് ഹരിച്ചെടുക്കാൻ പറ്റുക, ഡിവൈഡ് ചെയ്തെടുക്കാൻ പറ്റുക? അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് 7നെ 1 കൊണ്ട് 1 ഡിവൈഡ് ചെയ്ത് നോക്കാം. 1 നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 1 അല്ലെ? അപ്പോ ഒരു 7 കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയല്ലോ. ഇഷ്ടം നമുക്ക് റിമൈൻഡർ 0 കിട്ടി. അപ്പൊ കറക്റ്റ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ 7നെ വേറെ 2 കൊണ്ട് പറ്റില്ല, അത് ഇരട്ട സംഖ്യയാണ്. 7 3 കൊണ്ട് പറ്റില്ല, 4 കൊണ്ട് പറ്റില്ല, 5 കൊണ്ട് പറ്റില്ല, 6 കൊണ്ട് പറ്റില്ല. പിന്നെ ഏത് സംഖ്യ കൊണ്ടാണ് പറ്റുക? 7 കൊണ്ട് നമുക്ക് കൃത്യമായിട്ട് ഹരിച്ചെടുക്കാം. ഒരു 7 ഇഷ്ടം 0. അപ്പോ ഏതൊക്കെ സംഖ്യ കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റി? 1 കൊണ്ടും 7 കൊണ്ടും നമുക്ക് 7നെ കൃത്യമായിട്ട് എന്ത് ചെയ്തു? ഹരിക്കാൻ പറ്റും. ഇനി വേറെ ഏതെങ്കിലും സംഖ്യ കൊണ്ട് നമുക്ക് ഹരിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോ ഇത് നമുക്ക് മനസ്സിലായി. ഇവിടെ 1ഉം 7ഉം മാത്രമേ കിട്ടുള്ളൂ. ഇനി നമുക്ക് വേറെ ഒരു സംഖ്യ എടുത്തു നോക്കാം, 5. ഇവിടെ എന്താ കണ്ടീഷൻ നോക്കി നോക്കാം. 5നെ നമുക്ക് 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 5 1 0. അതേപോലെ തന്നെ 5നെ നമുക്ക് ഇവിടെയും എന്താണ് 5 കൊണ്ട് ഹരിക്കാൻ പറ്റും. ഇഷ്ടം 0. വേറെ ഏതെങ്കിലും നമ്പർ കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? പറ്റില്ല. സോ ഇവിടെ നമുക്ക് കിട്ടുന്നത് എന്താണ്? 1ഉം 5ഉം. ഇങ്ങനെ വരുന്ന സംഖ്യകളെയാണ് നമുക്ക് എന്ത് പറയാ? പ്രൈം നമ്പേഴ്സ് പറയാം. അപ്പൊ എങ്ങനെ വരുന്നത് എന്ന് വെച്ചാല് ഇവിടെ നോക്കി നോക്കൂ. 7ന് നമുക്ക് 2 എന്ത് കിട്ടി? ഫാക്ടേഴ്സ് കിട്ടി, ഘടകങ്ങൾ കിട്ടി. അപ്പൊ ഈ ഒരു ഘടകങ്ങൾ കിട്ടുന്നത് എങ്ങനെയാ? കാരണം ഈ ഒരു 7 എന്ന് പറഞ്ഞ നമ്പർ 1 കൊണ്ടും 7 കൊണ്ടും മാത്രമേ ഹരിക്കാൻ പറ്റൂ. അപ്പൊ ഈ 1ഉം 7ഉം എന്താണ്? ഈ 7ന്റെ ഫാക്ടേഴ്സ് ആണ്, ഘടകങ്ങളാണ്. അതേപോലെ തന്നെ 5ന്റെ ഘടകങ്ങളാണ് ഏത്? 1ഉം 5ഉം. വേറെ സംഖ്യകളില്ല. അപ്പോ ഈ നമ്പേഴ്സിനെ നമ്മൾ ഒബ്സർവ് ചെയ്താൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട് 7നെ ഏതൊക്കെ നമ്പേഴ്സ് നമുക്ക് 7ന്റെ ഘടകങ്ങൾ ഏതൊക്കെയാ നമുക്ക് കിട്ടിയത്? 2 ഘടകങ്ങളെ കിട്ടിയത്. ഏതൊക്കെയാ? 1ഉം ആ നമ്പർ തന്നെ അല്ലെ? 5ലും അങ്ങനെ തന്നെയാണ്, 1ഉം ആ നമ്പർ തന്നെ. അപ്പൊ അങ്ങനെ 2 ഘടകങ്ങൾ, 2 ഘടകങ്ങൾ, അത് 1ഉം ആ നമ്പറും മാത്രമായിട്ട് ഘടകം. 2 ഘടകങ്ങൾ വരുന്ന വേറെ കുറെ നമ്പേഴ്സ് ഉണ്ടാവും, അതല്ല ഞാൻ പറയുന്നത്. ഇവിടെ 1ഉം കറക്റ്റ് 1ഉം അതേപോലെ തന്നെ ആ നമ്പറും മാത്രം വരുന്ന നമ്പേഴ്സിനെയാണ്, ഘടകങ്ങളായിട്ട് വരുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയാ? പ്രൈം നമ്പേഴ്സ് എന്ന് പറയാം. ഓക്കെ. അപ്പൊ നമുക്കൊരു ഡൗട്ട് തോന്നും, അപ്പൊ 1 എവിടെയാണ്? 1ന് നമുക്ക് എത്ര ഘടകങ്ങൾ? നമുക്ക് നോക്കി നോക്കാം അല്ലെ? 1 പ്രൈം നമ്പർ ആണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം? 1നെ നമുക്ക് 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. നമുക്ക് 1 കിട്ടി. ഇനി വേറെ ഏതെങ്കിലും നമ്പർ ഉണ്ടോ? ഇല്ല അല്ലെ? അപ്പോ നമുക്ക് നമ്മുടെ കണ്ടീഷൻ പറയുന്നത് 2 ഫാക്ടേഴ്സ് വരണം 1 എന്ന നമ്പർ ഇറ്റ്സെൽഫ്. അപ്പൊ ഇവിടെ 1 ഓൾറെഡി ആ നമ്പർ തന്നെയാണ്. അപ്പൊ നമുക്ക് വേറെ നമ്പർ ഇവിടെ എടുക്കാനില്ല. അപ്പൊ ഇത് ഒരിക്കലും എന്തല്ല? 1 ഈസ് നോട്ട് എ പ്രൈം നമ്പർ. നമ്മൾ ഇതിനെ എന്തില്ല? പ്രൈം നമ്പർ ആയിട്ട് ഒരിക്കലും കൺസിഡർ ചെയ്യില്ല. ഇനി 2 ആണെങ്കിലോ? 2 ഒരു പ്രൈം നമ്പർ ആണ്. കാരണം 2ന്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 1ഉം 2. 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇനി 4 നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അല്ലെ? 4നെ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 1 into 4 4, ബാലൻസ് 0. 4നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 into 4 4, ബാലൻസ് 0. ഇനി 4നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 2 into 2 4. അപ്പൊ ഇതൊരു പ്രൈം നമ്പർ ആണോ? അല്ല. ബിക്കോസ് ഇവിടെ നമുക്ക് എന്തൊക്കെ കിട്ടി? 1 into 4ഉം കിട്ടി, 2 into 2ഉം കിട്ടി. അപ്പൊ ഫാക്ടേഴ്സ് കൂടി. നമ്മൾ കണ്ടീഷൻ എന്താ പറയുന്നത്? 1ഉം ആ നമ്പറും മാത്രമേ പാടുള്ളൂ. അപ്പൊ മാത്രമേ പ്രൈം നമ്പർ ആയി കിട്ടുള്ളൂ അല്ലെ? അപ്പൊ ഇത് എന്തല്ല? ഒരു പ്രൈം നമ്പർ അല്ല. 4 ഈസ് നോട്ട് എ പ്രൈം നമ്പർ. അപ്പൊ അങ്ങനെ നമ്മൾ തുടർച്ചയായിട്ട് ഇങ്ങനെ പോകുമ്പോ ഇനി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. 6ഓ? 6ന്റെ എന്താ? 6ന് നമുക്ക് 1 into 6 അല്ലെ? 1ഉം കിട്ടും 6ഉം കിട്ടും. പിന്നെ വേറെ ഫാക്ടേഴ്സ് ഉണ്ട്. 2 into 3ഉം 6 ആണ്. അപ്പൊ അവിടെ ഫാക്ടർ കൂടി. അപ്പോ
6 എന്തല്ല, ഒരു പ്രൈം ഭാജ്യ സംഖ്യയല്ല. ഇനി നമുക്ക് വേറെ എടുത്ത് നോക്കാം. 9 9 1 into 9 9, 3 into 3 9. അപ്പൊ അവിടെ ഫാക്ടർ കൂടി, അതും വെച്ചില്ല. ഇനി വാട്ട് അബൌട്ട് 11? 11 ആണെങ്കിലോ 1/11, 1 into 11 11. വേറെ ഏതെങ്കിലും നമ്പേഴ്സ് ഫാക്ടർ ആയിട്ട് വരുമോ? വരില്ല. അപ്പൊ 11 എന്താണ്? പ്രൈം നമ്പർ ആണ്. ഓക്കെ, കണ്ടെത്താൻ എളുപ്പമാണ്. അപ്പോ ഇവിടെ ഇവിടെ ഒരു 2 കൂടി വരും. അപ്പോ 2 3 5 7 11 13 17 19 23 ഇങ്ങനെ വരണ നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയാ? പ്രൈം നമ്പേഴ്സ് എന്ന് പറയാം. എന്ന് വെച്ചാൽ ഇതൊക്കെ പ്രൈം നമ്പർ ആണ്. കാരണം എന്താണ്? 2 ഹാവ് ഓൺലി 2 ഫാക്ടേഴ്സ്. അതേപോലെ തന്നെ 3ന് 2 ഫാക്ടർ, 5ന് ഇതൊക്കെ പ്രൈം നമ്പർ ആണ്. ബിക്കോസ് ഇതിനൊക്കെ എന്തേ ഉള്ളൂ? 2 ഘടകങ്ങളേ ഉള്ളൂ. ഓക്കെ, അപ്പോ അടുത്ത പ്രൈം നമ്പർ ഏതായിരിക്കും എന്നുള്ളത് നിങ്ങൾ കണ്ടെത്തുക. കണ്ടെത്തിയിട്ട് കോമെന്റില് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതുക കേട്ടോ. ഓക്കെ, അപ്പോ നമ്മൾ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ ഇപ്പൊ ഇതിൽ പഠിച്ചു എന്നുള്ളത് നമുക്ക് ഒന്ന് റീകോൾ ചെയ്തെടുക്കാം. അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തത്. ഏതൊക്കെയാണ്? പ്രൈം നമ്പറുകൾ എന്നാൽ ഒന്നുകൊണ്ടും ആ സംഖ്യ കൊണ്ടും മാത്രം ഹരിക്കാൻ കഴിയുന്ന സംഖ്യകളാണ്. ശരിയല്ലേ? നമുക്ക് 2 ഘടകങ്ങളാണ്, ഫാക്ടേഴ്സ് ആണ് കിട്ടിയത്. ഒന്നും ആ നമ്പറും മാത്രം. പിന്നെ കൃത്യം 2 ഘടകങ്ങൾ മാത്രം. ശരിയല്ല? നമ്മളിപ്പോ നോക്കി 2 ഘടകങ്ങൾ മാത്രം കിട്ടുന്ന സംഖ്യകളെയാണ് നമ്മൾ എന്ത് പറയാ? ഒരു അഭാജ്യ സംഖ്യ എന്ന് പറയാം. പിന്നെ 1 പ്രൈം നമ്പറേ അല്ലെ? അതും നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ ഇവിടെ പ്രധാനപ്പെട്ട നമുക്ക് മെയിൻ ആയിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇവിടെ നോക്കി നോക്കൂ, 2 കണ്ടോ? ഇവിടെ 2 ഒരു ഈവൻ നമ്പറാണ്, ഇരട്ട സംഖ്യയാണ്. 2 എന്ന് പറയുന്നത് ഇവിടെ വരുന്നുണ്ട്, അതൊരു ഇരട്ട സംഖ്യയാണ്. ഇനി ഇതിങ്ങനെ തുടർച്ചയായി ഇൻഫൈനൈറ്റ് നമ്പേഴ്സ് എത്ര ലക്ഷക്കണക്കിന് നമ്മൾ എടുത്താലും ഒരു ഈവൻ നമ്പറും നമുക്ക് പ്രൈം നമ്പർ ആയിട്ട് വരില്ല. അത് 2 മാത്രമേ വരുള്ളൂ. ഓക്കെ, കാരണം ബാക്കി എല്ലാ നമ്പേഴ്സിനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേറെ ഫാക്ടേഴ്സ് ആയിട്ട് എഴുതാൻ പറ്റാണ്. അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ, അപ്പൊ നമുക്ക് മനസ്സിലാവും. അപ്പൊ എന്താ പ്രൈം നമ്പർ എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് അത് ചെക്ക് ചെയ്തെടുക്കാം. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? 2 ആണ് ഏറ്റവും ചെറിയ പ്രൈം നമ്പർ. ഏറ്റവും ചെറിയ കുഞ്ഞ് പ്രൈം നമ്പർ എന്ന് പറയുന്നത് ഏതാണ്? 2 ആണ് അല്ലെ? കാരണം 2 മുതലാണ് നമ്മുടെ പ്രൈം നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത്. 2 കഴിഞ്ഞാൽ 3, 1 നമ്മൾ അതിൽ കൺസിഡർ ചെയ്യില്ല. അപ്പൊ ഏറ്റവും കുഞ്ഞ നമ്പർ, ഏറ്റവും ചെറിയ പ്രൈം നമ്പർ ഏതാണ്? 2 ആണ്. ഒരേ ഒരു ഇരട്ട പ്രൈം നമ്പർ. അപ്പോ 2ന് 2 പ്രത്യേകത ഉണ്ട്. എന്തൊക്കെയാണ് പ്രത്യേകത? ഏറ്റവും ചെറിയ പ്രൈം നമ്പറും ആണ്. പിന്നെ എന്താണ്? ഇരട്ട പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ ആകെ ഒരു ഇരട്ട പ്രൈം നമ്പറിൽ ഏതാണ്? 2. ഓക്കെ, അപ്പൊ ഗണിതം എന്ന് പറയുന്നത് നമുക്ക് രസകരമായിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണ്. ഓക്കെ, പക്ഷെ നമുക്ക് എന്ത് ചെയ്യണം? നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, മാത്സ് എന്ന് പറയുന്നത്, ഗണിതം എന്ന് പറയുന്നത് നമുക്ക് പ്രാക്ടീസിലൂടെയാണ് നമുക്ക് എക്സ്പെർട്ടൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി ഒരുപാട് നമുക്ക് ടോപ്പിക്സ് ഇനി കവർ ചെയ്യാണ്ട്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ ഒരു നല്ല ടോപ്പിക് ആയിട്ട് കാണാം, രസകരമായിട്ടുള്ള ടോപ്പിക്. താങ്ക് യു.